ഹലോ എവരി വൺ, വെൽക്കം ടു എഡ്യൂകാരൻ്റെ വീക്ക്ലി കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ നടന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ഒന്ന് നമ്മളുടെ മഹാരാഷ്ട്ര. നമുക്കറിയാം മഹാരാഷ്ട്ര ക്യാപിറ്റൽ എന്ന് പറയുന്നത് മുംബൈയാണ്. ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നത് മുംബൈയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ജാർഖണ്ഡ് ആണ്. ജാർഖണ്ഡിന്റെ ഇലക്ഷൻ നടന്നിരുന്നു, മഹാരാഷ്ട്രയുടെയും ഇലക്ഷൻ നടന്നിരുന്നു. ആദ്യം നമുക്ക് മഹാരാഷ്ട്ര ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. മഹാരാഷ്ട്ര ഇലക്ഷനിൽ ഒരു മുന്നണിയായിരുന്നു മത്സരിച്ചിരുന്നത്. അതായത് അലയൻസ്, പാർട്ടികൾ എല്ലാവരും കൂടി ഒന്നിച്ചു വരുന്ന ഒന്നിനെയാണ് നമ്മൾ അലയൻസ് എന്ന് പറയുന്നത്. നമ്മളുടെ കേരളത്തിന്റെ അവസ്ഥയിൽ പറയുകയാണെങ്കിൽ CPIM ആണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടികളിൽ ഒന്ന് എന്ന് പറയുന്നത്. ഈ CPMന്റെ അലയൻസ് എന്ന് പറയുന്നത് LDF എന്ന് പറയുന്ന അലയൻസ് ആണ്. അതുപോലെ UDF എന്ന് പറയുന്ന അലയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഇത് കേരളത്തിന്റെ അവസ്ഥയാണ്. ഇനി മഹാരാഷ്ട്രയിലെ അലയൻസ് എന്ന് പറയുന്നത് മഹായുദ്ധി അലയൻസ് ആയിരുന്നു. ഈ മഹായുദ്ധി സഖ്യം ആണ് അവിടെ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി നേടിയത്. ഈ മഹായുദ്ധി സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യയുടെ നാഷണൽ പാർട്ടിയായ, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയായ ഭാരതീയ ജനതാ പാർട്ടിയാണ്, BJP ആണ്. ഇനി നമ്മളുടെ മഹായുദ്ധി സഖ്യത്തിലെ മറ്റു പാർട്ടികൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മളുടെ ശിവസേന എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയും അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള നാഷണൽ കോൺഗ്രസ് പാർട്ടിയും ആണ് ഈ മഹായുദ്ധി അലയൻസിൽ ഉള്ളത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഈ മഹായുദ്ധി അലയൻസ് ആണ് മഹാരാഷ്ട്ര ഇലക്ഷനിൽ ജയിച്ചിരിക്കുന്നത്. സോ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവായ നമ്മളുടെ ദേവേന്ദ്ര ഫട്നാവിസ് ആണ് മഹാരാഷ്ട്രയുടെ അടുത്ത മുഖ്യമന്ത്രി ആകാൻ പോകുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. ഇനി ഇവർ പരാജയപ്പെടുത്തിയത് കോൺഗ്രസ് നേതൃത്വം നൽകിയ മഹാവികാസ് അഘാഡി എന്ന് പറയുന്ന അലയൻസിനെയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മളുടെ ജാർഖണ്ഡുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ നോക്കുന്നത്, ജാർഖണ്ഡിന്റെ JMM നേതാവായ ഹേമന്ത് സോറനാണ് ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി ആയത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഈ JMM എന്ന് പറയുന്നത് ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഇന്ത്യ സഖ്യത്തിൽ ഉള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഈ ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന് പറയുന്നത്. ജാർഖണ്ഡ് മുക്തി മോർച്ചയും കോൺഗ്രസ് അലയൻസുമായിരുന്നു അവിടെ മത്സരിച്ചത്. BJPയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ നേതാവായ ഹേമന്ത് സോറൻ നമ്മളുടെ ജാർഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ പദവി അലങ്കരിച്ചു എന്നുള്ള കാര്യം ഓർക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ലോക്സഭാ സെക്രട്ടറി ജനറലായ ഉത്പൽ കുമാർ സിംഗിന്റെ കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്നത് ലോക്സഭയും രാജ്യസഭയും പ്രസിഡന്റ് ഓഫ് ഇന്ത്യയും അടങ്ങുന്നതാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഒരാൾക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകണമെങ്കിൽ ഒന്നെങ്കിൽ അദ്ദേഹം ലോക്സഭയിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹം രാജ്യസഭയിൽ നിന്നോ മത്സരിച്ച് ജയിച്ചാൽ മാത്രമേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ലോക്സഭ അംഗമാകാനുള്ള ഏറ്റവും ചെറിയ പ്രായം എന്ന് പറയുന്നത് 25 വയസ്സാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനുള്ള ഏറ്റവും ചെറിയ പ്രായം 25 വയസ്സ് തന്നെയാണ്. സോ ലോക്സഭ MP ആകുന്ന ഒരാൾക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ സാധിക്കുന്നത് കൊണ്ട് ലോക്സഭ MPയുടെ പ്രായവും 25 വയസ്സ് തന്നെയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിലവിലെ സാഹചര്യത്തിൽ 18ാമത്തെ ലോക്സഭയാണ് നിലവിൽ ഇന്ത്യയിൽ ഉള്ളത്. ലോക്സഭയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഒരു ലോക്സഭ MPയുടെ കാലാവധിയും 5 വർഷം തന്നെയാണ്. എന്നാൽ രാജ്യസഭ MPയുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷവും രാജ്യസഭയുടെ കാലാവധി എന്ന് പറയുന്നത് പെർമനന്റ് ബോഡിയുമാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമ്മളുടെ 18ാമത്തെ ലോക്സഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത്, അതായത് ലോക്സഭയ്ക്ക് ചെയർമാൻ ഇല്ല, പക്ഷേ ലോക്സഭയ്ക്ക് ഉള്ളത് സ്പീക്കറാണ്. 18ാമത്തെ ലോക്സഭയുടെ സ്പീക്കർ എന്ന് പറയുന്നത് ഓം ബിർളയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. എന്നാൽ ഇപ്പോഴത്തെ രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആണ്. അതായത് ആരാണോ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് അദ്ദേഹം തന്നെയായിരിക്കും രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ജഗദീപ് ധൻഖർ ആണ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്. അതുകൊണ്ട് രാജ്യസഭയുടെ ചെയർമാൻ പദവി അലങ്കരിക്കുന്നത് ജഗദീപ് ധൻഖറും ലോക്സഭയുടെ സ്പീക്കർ പദവി അലങ്കരിക്കുന്നത് ഓം ബിർളയുമാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമ്മളുടെ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം ഏതാണ് എന്നുള്ള കാര്യവും നമ്മളോട് ചോദിക്കും. സോ രാഹുൽ ഗാന്ധിയുടെ ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസി
നമുക്കറിയാം രാഹുൽ ഗാന്ധിക്ക് 2 ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസികളായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഒന്ന് റായ്ബറി, ഉത്തർപ്രദേശിലെ റായ്ബറിയിലും നമ്മളുടെ വയനാട്ടിലെ കേരളത്തിലെ വയനാടുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലോക്സഭാ മണ്ഡലം. എന്നാൽ ഒരാൾക്ക് 2 ലോക്സഭാ മണ്ഡലം ഒരുമിച്ച് നിലനിർത്താൻ സാധിക്കാത്തത് കൊണ്ട് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം രാജിവെക്കുകയും പിന്നീട് അവിടെ ഇലക്ഷൻ നടത്തുകയും അദ്ദേഹത്തിൻ്റെ സഹോദരിയായ പ്രിയങ്ക ഗാന്ധി അവിടെ മത്സരിച്ച് ജയിക്കുകയും ചെയ്തു എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇപ്പോഴത്തെ ലോക്സഭാ MP വയനാടിൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ പ്രിയങ്ക ഗാന്ധിയാണ്. സാധാരണഗതിയിൽ കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. ഇന്ത്യയിൽ മൊത്തം 543 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ MP-മാരെയൊന്നും നമ്മൾ സാധാരണഗതിയിൽ പഠിക്കേണ്ട. പക്ഷേ ഇന്ത്യയുടെ ഒരു നേതാവ് അല്ലെങ്കിൽ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള നേതാവ് ആയതുകൊണ്ടാണ് വയനാട് ലോക്സഭ MP നമ്മൾ പഠിച്ചു വെക്കണം. അത് പ്രിയങ്ക ഗാന്ധിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. ലോക്സഭയുടെ നേതാവ് അല്ലെങ്കിൽ ലോക്സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ലോക്സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്ര ദാമോദർദാസ് മോഡിയുടെ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്പിരിച്വൽ ക്യാപിറ്റലായ വാരണാസിയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ബുക്സ് ആൻഡ് ഓതേഴ്സ് വിഭാഗത്തിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. ഫ്രീഡം മെമ്മറീസ് 1954 to 2021. ഈ പുസ്തകം രചിച്ചത് നമ്മളുടെ ജർമ്മനിയുടെ മുൻ ചാൻസലറായ ഏഞ്ചല മാർക്കലാണ്. നമുക്കറിയാം ഏഞ്ചല മാർക്കലിന് ഈ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ് എന്ന് പറയുന്നത് 2022 യുണൈറ്റഡ് നേഷൻ ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജി എന്ന് പറയുന്ന UNHCRന്റെ നാൻസൺ അഭയാർത്ഥി അവാർഡ് കിട്ടിയത് നമ്മളുടെ ഏഞ്ചല മാർക്കലിനായിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എക്സാമുകൾക്കെല്ലാം അത് ചോദിച്ചതായിരുന്നു. ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ജർമ്മനിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബെർലിനാണ്. ജർമ്മനിയുടെ കറൻസി എന്ന് പറയുന്നത് യൂറോ ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ജർമ്മനിയുടെ ഇപ്പോഴത്തെ ചാൻസലർ ഒലാഫ് സ്കോൾഫ് ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബാങ്കിങ് കറണ്ട് അഫെയർ ആണ്. RBL ബാങ്ക്. നമുക്കറിയാം ബാങ്ക് സെൻട്രൽ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBL ബാങ്കിന് 61 ലക്ഷം രൂപ പിഴ ഏർപ്പെടുത്തി എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം KYC എന്നുള്ളതിൻ്റെ ഫുൾ ഫോം നോ യുവർ കസ്റ്റമർ എന്നുള്ളതാണ്. ഈ KYC ലംഘനത്തിനാണ് RBLന് 61 ലക്ഷം രൂപ പിഴ ഈടാക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. RBL ബാങ്കുമായിട്ടുള്ള പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. RBL ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റലായ മുംബൈയിലാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഈ RBL ബാങ്ക് ഒരു ബ്രാൻഡ് അംബാസഡറിനെ തിരഞ്ഞെടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറയുന്നത് D. ഗുകേഷ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. D. ഗുകേഷ് ഈ ഇന്ത്യയുടെ ചെസ് താരമാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം സ്പോർട്സിൽ നിന്ന് നമുക്ക് വരുന്നൊരു ചോദ്യമാണ്, ഒരു സ്പോർട്സ് പേഴ്സണാലിറ്റിയുടെ പേര് നൽകിയതിന് ശേഷം അദ്ദേഹം ഏത് മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട്. സോ ഓർത്തുകൊള്ളുക, ഗുകേഷ് ചെസ് താരമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ തന്നെ നമ്മളുടെ RBL ബാങ്കിൻ്റെ CEO സ്ഥാനത്തിരിക്കുന്ന വ്യക്തി R. സുബ്രഹ്മണ്യകുമാർ ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻ്റർനാഷണൽ കറണ്ട് അഫെയർ ആണ്. ICC ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. നമുക്കറിയാം 2002 ഹേഗ് ഹെഡ്ക്വാർട്ടേഴ്സായി സ്ഥാപിതമായ ഒന്നാണ് ഈ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്നത്. യുദ്ധ കുറ്റവാളികളെ അല്ലെങ്കിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ ജൂറിസ്ട്രിക്ഷൻ ഉള്ള ഒരു കോടതിയാണ് ഈ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതൻയാഹുവിനും ഇസ്രായേലിൻ്റെ മുൻ പ്രതിരോധ മന്ത്രി അതായത് മുൻ ഡിഫൻസ് മിനിസ്റ്ററായ യോഹാവ് ഗാലന്റിനും അറസ്റ്റ് വാറന്റ് ഡിക്ലെയർ ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇസ്രായേലിൻ്റെ കറൻസി എന്ന് പറയുന്നത് ഷെങ്കലാണ്. ഇസ്രായേലും പാലസ്തീനുമായി ബന്ധപ്പെട്ട് നിലവിലെ സാഹചര്യത്തിൽ തർക്കം നടക്കുകയും യുദ്ധം നടക്കുകയും ചെയ്യുകയാണ്. അതിനോടനുബന്ധിച്ച് ഗാസയിലുണ്ടായ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതൻയാഹുവിന് അറസ്റ്റ് വാറന്റ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്.
ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട മറ്റു കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ സ്പൈ ഏജൻസിയെക്കുറിച്ച് എല്ലായ്പ്പോഴും എക്സാമുകൾക്ക് ചോദിച്ച് കാണാറുള്ളതാണ്. ഇസ്രായേലിൻ്റെ സ്പൈ ഏജൻസിയുടെ പേര് എന്ന് പറയുന്നത് മുസാദ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇസ്രായേലിൻ്റെ കറൻസി എന്ന് പറയുന്നത് ഇസ്രായേലി ഷെങ്കലാണ്. ഇസ്രായേലിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ജെറുസലേമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. ലോകത്ത് ഹോളി ലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഈ ജെറുസലേം എന്ന് പറയുന്നത്. അതായത് എബ്രായ റിലീജിയനുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ പറയുന്ന ജെറുസലേം എന്ന് പറയുന്നത്. എബ്രായ റിലീജിയനുകൾ എന്ന് പറയുന്നത് എബ്രഹാം എന്ന് പറയുന്ന ഒരു പ്രോഫറ്റിനെ ആരാധിക്കുന്ന സമൂഹങ്ങളെയാണ് നമ്മൾ എബ്രായ റിലീജിയനുകൾ എന്ന് വിളിക്കുന്നത്. ലോകത്ത് 3 എബ്രായ റിലീജിയനുകളാണ് ഉള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളുള്ള ക്രിസ്ത്യാനികൾ, മുസ്ലിംസ്, യഹൂദന്മാർ, ഇവർക്ക് 3 പേരുടെയും ഈ റിലീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ എബ്രായ റിലീജിയൻ എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി ഇന്ത്യയിലെ ഹോളി ലാൻഡ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചാബിലെ അമൃത്സറിലാണ് നമ്മൾ ഇന്ത്യയുടെ ഹോളി ലാൻഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതിന് കാരണം എന്ന് പറയുന്നത് സിഖുകാരുടെ ക്ഷേത്രമായ ഗോൾഡൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലെ അമൃത്സറിലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ജുഡീഷ്യൽ അപ്പോയിൻമെൻ്റ് ആണ്. 2024 നവംബറിൽ മണിപ്പൂരിൻ്റെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് ജസ്റ്റിസ് ഡി കൃഷ്ണകുമാറിനെ അപ്പോയിന്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ, ഹൈക്കോടതി ജഡ്ജിമാരെ, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ, ഇന്ത്യയുടെ സുപ്രീം കോടതി ജഡ്ജിമാരെ, ഇവരെ എല്ലാവരെയും അപ്പോയിന്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. എന്നാൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്യുന്നതിന് മുമ്പ് ഇന്ത്യയിൽ സുപ്രീം കോടതിയിൽ അടങ്ങിയിരിക്കുന്ന ഒരു കൊളീജിയമാണ് ഇവരെയെല്ലാം തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. നമുക്കറിയാം, ഹൈക്കോടതി ജഡ്ജി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ റിട്ടയറിംഗ് ഏജ് എന്ന് പറയുന്നത് 62 വയസ്സാണ്. എന്നാൽ സുപ്രീം കോടതി ജഡ്ജി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെയൊക്കെ റിട്ടയറിംഗ് ഏജ് എന്ന് പറയുന്നത് 65 വയസ്സാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി ഇവരെ ഈ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിന്, റിമൂവ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഇംപീച്ച്മെൻറ്റ് ഓഫ് ജഡ്ജ് എന്ന് പറയുന്ന പാറ്റേൺ നമ്മൾ എടുത്തിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് G20 രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. G20 രാജ്യത്തിലെ സാമ്പത്തിക വളർച്ചയിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന നമ്മളുടെ രാജ്യമാണ്, ഇന്ത്യയാണ്. ഇന്ത്യയുടെ GDP റേറ്റിംഗ് G20 രാജ്യങ്ങളിൽ 7.3% ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് നമ്മളുടെ രാജ്യം ഇന്ത്യയാണ്. ഇനി സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത് ഇന്തോനേഷ്യ ആണ്. 5% വർധനവോടുകൂടിയാണ് ഇന്തോനേഷ്യ സെക്കൻഡ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. തേർഡ് റാങ്കിങ്ങിൽ നിൽക്കുന്നത് ചൈനയാണ്. 4.8% വർധനവോടുകൂടിയാണ് ചൈന തേർഡ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഗ്രൂപ്പ് ഓഫ് 20 നേഷൻസ് G20 രാജ്യങ്ങൾ എന്ന് പറയുന്നത് 1999 ഈ സംഘടന രൂപീകരിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ 21 മെമ്പേഴ്സാണ് G20ക്ക് ഉള്ളത്. അതായത് 19 രാജ്യങ്ങളും 2 യൂണിയനുകളുമാണ് നിലവിലെ സാഹചര്യത്തിൽ ഉള്ളത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. 2023 ഇന്ത്യ ആയിരുന്നു G20യുടെ ചെയർ എന്ന് പറയുന്നത്. 2024 അതായത് ഈ വർഷം G20യുടെ ചെയർ എന്ന് പറയുന്നത് ബ്രസീലിലാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി 2025 അടുത്ത വർഷം ഈ G20 ചെയർ ചെയ്യാൻ പോകുന്ന രാജ്യം എന്ന് പറയുന്നത് നമ്മളുടെ സൗത്ത് ആഫ്രിക്കയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ വെച്ചാണ് 2025 ഇവരുടെ ഉച്ചകോടി നടക്കാൻ പോകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നമ്മളുടെ G20യുടെ ചെയർമാൻ എന്ന് പറയുന്നത് സിറിൽ രാമഫോസയാണ്. ഈ സിറിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ് ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് സഫാരിയെ കുറിച്ചാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് സഫാരി വരുന്നത് ഉത്തർപ്രദേശിൻ്റെ ക്യാപിറ്റലായ ലക്നൌവിലാണ്. ലക്നൌവിലെ കുക്രൈൽ എന്ന് പറയുന്ന റിസർവ് ഫോറസ്റ്റിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് സഫാരി വരാൻ പോകുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. സാധാരണഗതിയിൽ നമ്മളോട് എക്സാമിനേഷൻ സ്റ്റാറ്റിക് GK പാറ്റേണിൽ ചോദിക്കുന്ന ഒന്നാണ് നാഷണൽ പാർക്കുകൾ എന്ന് പറയുന്നത്, റിസർവ് ഫോറസ്റ്റുകൾ എന്ന് പറയുന്നത്. അതായത് ഒരു റിസർവ് ഫോറസ്റ്റിൻ്റെ പേര് നൽകിയതിന് ശേഷം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഇത് എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. കുക്രൈൽ റിസർവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടുതലായ, ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് ഈ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. ഉത്തർപ്രദേശിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലക്നൗ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഉത്തർപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. ഉത്തർപ്രദേശിൻ്റെ ഗവർണർ എന്ന് പറയുന്നത് ആനന്ദിബെൻ പട്ടേലാണ്.
നമുക്കറിയാം സ്ഥിരമായി എക്സാമുകൾക്ക് ചോദിക്കുന്ന മറ്റൊരു പാറ്റേൺ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു മോണുമെന്റ് ഇത് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണ് എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമുകൾക്ക് കണ്ടുവരുന്ന ഒന്നാണ് നമ്മളുടെ അയോധ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളതാണ്. അയോധ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ സ്ഥിരമായി എക്സാമുകൾക്ക് നമ്മൾക്ക് തെറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് താജ്മഹൽ ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിക്കും. താജ്മഹൽ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചിട്ട് തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഡൽഹി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും ഉണ്ടായിരിക്കും. ഓർത്തുകൊള്ളണം, താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ടൈഗർ റിസർവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, സ്റ്റാറ്റിക് GK-കളിൽ കറണ്ട് അഫെയർസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ഈ ടൈഗർ റിസർവ്സ്, നാഷണൽ പാർക്കുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ 56ാമത്തെ ടൈഗർ റിസർവായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഗുരു ഘാസിദാസ് താമോർ പ്ലിങ് ടൈഗർ റിസർവാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതായത് ഇന്ത്യയിലെ ടൈഗർ റിസർവുകളിലെ 3ാമത്തെ സ്ഥാനമാണ് നമ്മളുടെ ഗുരു ഘാസിദാസിന് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. എക്സാമുകൾക്ക് ചോദിച്ചു കണ്ടിരിക്കുന്ന മറ്റൊരു പാറ്റേൺ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ഏതാണ് എന്നുള്ളതാണ്. അതായത് സ്റ്റാറ്റിക് GK-കളിൽ നമ്മളോട് ചോദിക്കുന്ന ഒന്നാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ഏതാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഗുരു ഘാസിദാസ് അതായത് ഇന്ത്യയിലെ 56ാമത്തെ ടൈഗർ റിസർവിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 3rd ആണ്. എന്നാൽ ഇന്ത്യയിലെ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ടൈഗർ റിസർവ് എന്ന് പറയുന്നത് നാഗാർജുനയാണ്. ഈ നാഗാർജുന ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നും നമ്മളോട് ചോദിക്കാറുണ്ട്. ഇത് ആന്ധ്രാപ്രദേശിലാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മൾ ഡിസ്കസ് ചെയ്തു ഗുരു ഘാസിദാസ് താമോർ പ്ലിങ് ആണ് ഇന്ത്യയിലെ 56ാമത്തെ ടൈഗർ റിസർവ് ആയിട്ട് വരുന്നത് എന്നുള്ളത്. ഇത് ഇന്ത്യയിലെ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് ഈ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം ഛത്തീസ്ഗഡിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് റായ്പൂർ ആണ്. ഛത്തീസ്ഗഡിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് വിഷ്ണു ദിയോ സായി ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ ഛത്തീസ്ഗഡിൻ്റെ ഗവർണർ എന്ന് പറയുന്നത് രാമൻ ദൽക്കെ ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഛത്തീസ്ഗഡിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകൾ കൂടി ഒന്ന് നോക്കാം. അതായത് നാഷണൽ പാർക്കിൻ്റെ പേര് നൽകിയതിന് ശേഷം ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റ് ആണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളുടെയും നാഷണൽ പാർക്കുകൾ പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എക്സാം ഹോളിൽ കയറാവൂ. കാരണം എല്ലായ്പ്പോഴും ബാങ്കിങ് എക്സാമുകൾക്ക് ഒരു ചോദ്യം എന്ന് പറയുന്നത് നാഷണൽ പാർക്കിൽ നിന്നാണ്. പാമ്പാജുൻജോലേക്ക് നമ്മളുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കാണ്, നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ ഗൾഫ് ഓഫ് മാന്നാർ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ ബക്സ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ബംഗാളാണ് എന്ന് നമുക്കറിയാം. അതുപോലെ നമ്മളിപ്പോൾ നോക്കുന്നത് നമ്മളുടെ ഛത്തീസ്ഗഡിലെ നാഷണൽ പാർക്കാണ്. സോ ഗുരു ഘാസിദാസ് ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത ടൈഗർ റിസർവ് നമ്മളുടെ ഛത്തീസ്ഗഡിലെ ഒരു നാഷണൽ പാർക്ക് കൂടിയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അതുപോലെ ഇന്ദ്രാവതിയും ഛത്തീസ്ഗഡിലെ ഒരു നാഷണൽ പാർക്കാണ്. കാങ്കർ വാലിയും നമ്മളുടെ ഛത്തീസ്ഗഡിലെ നാഷണൽ പാർക്ക് തന്നെയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിസ് യൂണിവേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. മിസ് യൂണിവേഴ്സ് 2024 2024 മിസ് യൂണിവേഴ്സ് പട്ടം കിട്ടിയിരിക്കുന്നത് വിക്ടോറിയ കെജർ തെയിൽവിഗിനാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. വിക്ടോറിയ കെജർ ഡെൻമാർക്കുകാരിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ഇനി ഡെൻമാർക്കിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു വനിത മിസ് യൂണിവേഴ്സ് പദവി അലങ്കരിച്ചിരിക്കുന്നത്. അതും നമ്മളുടെ വിക്ടോറിയ കെജർ തെയിൽ വിഗ് ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മിസ് യൂണിവേഴ്സിൽ പങ്കെടുത്തത് നമ്മളുടെ റിയ സിൻഗയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബുക്സ് ആൻഡ് ഓതേഴ്സ് വിഭാഗത്തിൽ നിന്നുള്ള കറണ്ട് അഫെയർസ് ആണ്. വൈ ഭാരത് മാറ്റേഴ്സ്. ഈ വൈ ഭാരത് മാറ്റേഴ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്ററായ എസ് ജയശങ്കർ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മൾ എക്സാമിനേഷന് മുമ്പ് ക്യാബിനറ്റ് മിനിസ്ട്രി മുഴുവൻ പഠിച്ചിട്ട് വേണം എക്സാം ഹോളിൽ കയറാനായിട്ട്. അതായത് എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ഒന്നാണ് ക്യാബിനറ്റ് മിനിസ്ട്രി എന്നുള്ള കാര്യം ഓർക്കുക. നമുക്ക് പ്രധാനമായിട്ടും എക്സാമുകൾക്ക് ചോദിക്കുന്ന ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ കൂടി ഒന്ന് നോക്കാം. ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ, ജസ്റ്റിസ് കൗൺസിലിലെ ചെയർമാൻ പദവി കൂടി അലങ്കരിക്കുന്ന വ്യക്തിയാണ് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ. നിർമ്മല സീതാരാമനാണ് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയാണ്. നമ്മളുടെ രാജ്നാഥ് സിംഗ് ആണ് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇന്ത്യയുടെ ഹോം അഫയേഴ്സ് മിനിസ്റ്റർ, ആഭ്യന്തരമന്ത്രി, ഇന്ത്യയുടെ ഹോം അഫയേഴ്സ് മിനിസ്റ്റർ എന്ന് പറയുന്നത് അമിത്ഷായാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ഇന്ത്യയുടെ സ്പേസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക.
ഇന്ത്യയുടെ റെയിൽവേ മിനിസ്റ്റർ എന്ന് പറയുന്നത് അശ്വനി വൈഷ്ണവാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GSAT-20 കുറിച്ചാണ്. GSAT-20 എന്ന് പറയുന്നത് ഇന്ത്യയുടെ സാറ്റലൈറ്റ് ആണ്. ഇന്ത്യയുടെ സാറ്റലൈറ്റ് ആയ GSAT-20 എലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി ചേർന്നിട്ടാണ് ഇന്ത്യ വിക്ഷേപിക്കുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. എന്നാൽ ഈ GSAT-20 നിർമ്മിക്കുന്നത് ഇന്ത്യയുടെ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. 4700 കിലോയാണ് ഈ സാറ്റലൈറ്റിന് വരുന്നത്. അത് വിക്ഷേപിക്കാൻ മാത്രമുള്ള യന്ത്രം നമ്മൾക്കില്ല. അതുകൊണ്ടാണ് നമ്മളുടെ എലോൺ മസ്കിന്റെ കമ്പനിയായ സ്പേസ് എക്സുമായി ചേർന്നിട്ട് ഇത് വിക്ഷേപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയുടെ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ISRO ആണ്. 1969 ISRO രൂപീകരിക്കുന്നത്. ISROയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് സ്പേസ് സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ബംഗളൂരു ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അവാർഡിനെ കുറിച്ചാണ്. ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് നൈജർ. ഈ അവാർഡിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഏത് രാജ്യവുമായി ബന്ധപ്പെട്ട അവാർഡാണ് എന്നുള്ളത്. സോ ഇത് നൈജീരിയയുടെ സെക്കൻഡ് ഹയസ്റ്റ് അവാർഡാണ് ഈ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ നൈജർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം നമ്മൾ നൈജീരിയയുടെ ഒരു അവാർഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്? മറ്റൊന്നും കൊണ്ടല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര ദാമോദർ ദാസ് മോഡിക്ക് 2024 നവംബറിൽ നൈജീരിയ ഈ സമ്മാനം നൽകി എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നൈജീരിയയുടെ സെക്കൻഡ് ഹയസ്റ്റ് ഹോണററി അവാർഡായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ നൈജർ എന്ന് പറയുന്ന അവാർഡ് നൈജീരിയ നമ്മളുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നൽകി. ഇതിൻ്റെ മറ്റു പ്രത്യേകതകൾ എന്ന് പറയുന്നത് 1969 ആദ്യമായിട്ട് ഒരു വിദേശിക്ക് അവർ ഈ അവാർഡ് നൽകുന്നത്. അത് മറ്റാരുമല്ല, നമ്മളുടെ ബ്രിട്ടീഷ് ക്യൂനായ ക്യൂൻ എലിസബത്തിനാണ് 1969 ആദ്യമായിട്ട് ഒരു വിദേശിക്ക് നൽകുന്നത് ഈ വ്യക്തിക്കാണ്. ഇനി രണ്ടാമത് നൽകിയ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ നരേന്ദ്രമോദിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുകൊണ്ടാണ് ഇതിന് അത്രയും പ്രാധാന്യം എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി നമ്മൾ പ്രധാനമായിട്ടും നൈജീരിയയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നൈജീരിയയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അബൂജ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. നൈജീരിയയുടെ കറൻസി എന്ന് പറയുന്നത് നൈജീരിയൻ നൈറയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മളുടെ നൈജീരിയയുടെ പ്രസിഡന്റ്, അതായത് നരേന്ദ്രമോദിക്ക് നൽകിയ ഈ അവാർഡ് നൽകിയത് നൈജീരിയയുടെ പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തിന്റെ പേര് എന്ന് പറയുന്നത് ബോല അഹമ്മദ് ടിനീബു ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പോർട്സിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ്, നമുക്കറിയാം ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലീഗാണ് ഈ ഇന്ത്യൻ പ്രീമിയർ ലീഗ് IPL എന്ന് പറയുന്നത്. IPL-ന്റെ ചരിത്രത്തിൽ ഒരു ഇന്ത്യൻ പ്ലെയറിന് കിട്ടാവുന്ന ഏറ്റവും ഹയസ്റ്റ് ഓപ്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് 27 കോടി രൂപയാണ്. 27 കോടി രൂപ കിട്ടിയ ഈ ഇന്ത്യൻ പ്ലെയർ എന്ന് പറയുന്നത് നമ്മളുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ഋഷഭ് പന്താണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. 27 കോടി രൂപ കൊടുത്ത് ഋഷഭ് പന്തിനെ മേടിച്ചത് ലക്നൗ സൂപ്പർ ജെയിൻസ് ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് 26.5 കോടി രൂപയുമായിട്ട് ശ്രേയസ് അയ്യർ ആണ്. പഞ്ചാബ് സൂപ്പർ കിങ്സ് ആണ് ശ്രേയസ് അയ്യറിനെ 26 കോടിയും 50 ലക്ഷവും രൂപ നൽകി ഓപ്ഷനിൽ സ്വന്തമാക്കിയത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോവ ഇന്റർനാഷണൽ ചലച്ചിത്രമേളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. 55ാമത്തെ ചലച്ചിത്രമേളയാണ് ഈ 2024 നടന്നത്. ഇതിൽ ഗോൾഡൻ പീകോക്ക് അവാർഡ് കിട്ടിയ സിനിമ എന്ന് പറയുന്നത് ടോക്സിക് ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ്സ് ആൻഡ് ഡേ എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നവംബർ 26. നമുക്കറിയാം ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഈ നവംബർ 26 എന്ന് പറയുന്നത്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് 1949 നവംബർ 26 ഇന്ത്യയുടെ ഭരണഘടന സ്വീകരിച്ചത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതിനോടനുബന്ധിച്ചാണ് എല്ലാ വർഷവും നവംബർ 26 നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇത്തവണത്തെ പ്രത്യേകത 2024 നവംബർ 26 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്വീകരിച്ചിട്ട് 75 വർഷമായി എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി നമ്മളുടെ
ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം 1950 ജനുവരി 26 എന്നുള്ള കാര്യം ഓർക്കുക. ജനുവരി 26 റിപ്പബ്ലിക് ആകുന്നത്. ഒരു രാജ്യം റിപ്പബ്ലിക് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ സ്വീകരിക്കുന്നത് 1949 നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് 1950 ജാനുവരി 26 എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. ഇനി ഇന്ത്യയുടെ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ബിസ്മാർക്കായ, ഇന്ത്യയുടെ അയൺമാനായ, ഇന്ത്യയുടെ ആദ്യത്തെ ലോ മിനിസ്റ്ററായ, മോഡേൺ മനു എന്നറിയപ്പെടുന്ന, മോഡേൺ ബുദ്ധ എന്നൊക്കെ അറിയപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കർ ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്കീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മളുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഗവേഷക വിദ്യാർത്ഥികൾക്ക് ഇൻ്റർനാഷണലി ജേണലുകൾ നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സെൻട്രൽ ഗവൺമെൻറ് പുറത്തിറക്കുന്ന പുതിയ സ്കീമിൻ്റെ പേരാണ് വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പോർട്സിൽ നിന്ന് വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം നമ്മളുടെ ക്രിക്കറ്റിലും ഫുട്ബോളിലും ഹോക്കിയിലും എല്ലാം വേൾഡ് കപ്പ് ഉണ്ട്. അതുപോലെ ആദ്യമായിട്ട് കോക്കോ മത്സരത്തിന് ഒരു വേൾഡ് കപ്പ് നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്ത്യയിലാണ് ഈ കോക്കോ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. 2025 ഈ കോക്കോ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇന്ത്യയുടെ ക്യാപിറ്റലായ ഡൽഹിയിലാണ് ആദ്യത്തെ മത്സരം നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ലോകത്ത് നിന്നുള്ള 24 രാജ്യങ്ങളാണ് ഈ കോക്കോ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. സ്ഥിരമായി സ്പോർട്സിൽ നിന്ന് നമ്മൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു മത്സരത്തിൻ്റെ പേര് തന്നതിന് ശേഷം എത്ര പേരാണ് ഈ കളിയിൽ മത്സരിക്കുന്നത് എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ കോക്കോ മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം, അതായത് ഒരു മത്സരത്തിൽ കളിക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 9 എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ക്രിക്കറ്റിൽ 11 പേരും, ഹോക്കിയിൽ 11 പേരും, ഫുട്ബോളിൽ 11 പേരും, റഗ്ബിയിൽ 15 പേരുമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ പോളോ മത്സരത്തിൽ ഒരു ടീമിന് വേണ്ടി കളിക്കുന്ന വ്യക്തികളുടെ എണ്ണം എന്ന് പറയുന്നത് 4 എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അപ്പോയിൻമെൻ്റ് ആണ്. 2024 നവംബറിൽ ഇന്ത്യയുടെ ബ്രസീലിയൻ അംബാസിഡറായിട്ട് നിയമിതനായത് ദിനേശ് ഭാട്ടിയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം ബ്രസീലിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബ്രസീലിയാണ്. ബ്രസീലിൻ്റെ കറൻസി എന്ന് പറയുന്നത് റീലാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അവസാനമായിട്ട് നമ്മൾ നോക്കുന്നത് ഒരു മരണ വാർത്തയാണ്. സരോജ് സംഗീതജ്ഞൻ ആശിഷ് ഖാൻ മരണപ്പെട്ടു എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം എക്സാമുകൾക്ക് ചോദിക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ആശിഷ് ഖാൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓർത്തുകൊള്ളുക, ആശിഷ് ഖാൻ എന്ന് പറയുന്നത് സരോജ് സംഗീതജ്ഞനാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇതോടുകൂടി എഡു ഗാർണറ്റിൻ്റെ വീക്ക്ലി കറണ്ട് അഫയർ സെഷൻ അവസാനിക്കുന്നു. താങ്ക് യു.